കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. പുറത്ത് നിന്നും അകത്തോട്ടേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് വീടിൻ്റെ അകത്ത് നിധിയും ഹരീഷും നികേഷും ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. ആ സമയത്ത് നിധി സുധീഷിനോട് ചോദിക്കും, എന്താ ഇത്രയ്ക്ക് വലിയ സന്തോഷം എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സുധീഷ് പറയും, ഞാൻ കുറേ നാളായില്ലേ കാർ ഓടിച്ചിട്ട്, ഏകദേശം 1 മാസമായില്ലേ, അപ്പോൾ ഇന്ന് അത് ഓടിച്ചു ഒരാളെ മായി ഞാൻ ഡ്രൈവിങ്ങിന് പോയി, അതുകൊണ്ട് ആണ് എനിക്ക് ഇത്രയും വലിയ സന്തോഷം എന്ന് പറയുകയാണ്. നികേഷ് സങ്കടത്തിൽ ഇരിക്കുന്നത് കണ്ടിട്ട് സുധീഷ് ചോദിക്കും, എന്താ നികേഷ് നീ ഇങ്ങനെ സങ്കടത്തിൽ ഇരിക്കുന്നത് ചോദിക്കുകയാണ്. ആ സമയത്ത് നിധി പറയും, അവന് ആ ബസ് സ്റ്റോപ്പിൽ കണ്ട പെൺകുട്ടി ആ പെൺകുട്ടി അങ്ങനെ പറഞ്ഞില്ലേ, അതുകൊണ്ട് അവനിങ്ങനെ സങ്കടപ്പെട്ട് ഇരിക്കുകയാണെന്ന് പറയുകയാണ്. ആ സമയത്ത് സുധീഷ് പറയും, അതിനൊക്കെ എന്തിനാടാ സങ്കടപ്പെടുന്നത് എന്ന് പറയുകയാണ്. അപ്പം നിധി നികേഷിനോട് പറയും, നീ സങ്കടപ്പെടാതെ ഇരിക്ക്, നീ ഇപ്പോൾ പഠിക്കുന്ന പ്രായമല്ലേ എന്ന് പറയണേ. അപ്പോൾ സുധീഷ് പറയും, നിനക്ക് ഈ പെൺകുട്ടി അല്ലെങ്കിൽ വേറെ പെൺകുട്ടിയെ കിട്ടും എന്ന് പറയണം. അപ്പം നിധി പറയും, അതാണോ അവനക്ക് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ നികേഷ് പറയും, ഏട്ടൻ പറഞ്ഞത് ശരിയാണ്, ഈ പെൺകുട്ടി അല്ലെങ്കിൽ എനിക്ക് വേറെ പെൺകുട്ടിയെ കിട്ടുമെന്ന് പറയണം. അപ്പോൾ സുധീഷ് ഹരീഷിനോട് ചോദിക്കും, നീ എന്താ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇരിക്കുന്നത്, നീതു അവളോട് ചെന്ന് ചോദിച്ചിട്ടുണ്ടാവുമല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നികേഷ് പറയും, ചെന്ന് ചോദിച്ചു, പ്രശ്നമുണ്ടാക്കി എന്നൊക്കെ പറയുകയാണ് നികേഷിനോട് പറയും, നിനക്ക് സന്തോഷമായില്ലേ. നികേഷ് പറയും, ഹരീഷേട്ടനെ അല്ല ആവശ്യം എന്ന് പറയുകയാണ്. അപ്പോൾ സുധീഷ് ചോദിക്കും, പിന്നെ ആരെയാണ്, എന്നെയും അല്ല ഹരീഷേട്ടനെയും അല്ല ആ പെൺകുട്ടിക്ക് ആവശ്യം, സുധീഷേട്ടൻ്റെ നമ്പറാണെന്ന് പറയുകയാണ്. ഇത് കേട്ട സുധീഷിന് ആകെ സന്തോഷമാവുകയാണ്. ആ സമയത്ത് നിധിക്ക് അത് കേട്ടതിൽ ദേഷ്യമാണ്. അപ്പോൾ സുധീഷ് ഇങ്ങനെ നിധിയെ നോക്കുന്നുണ്ട്. ഹരീഷ് പറയും, അവൾക്ക് നിന്നോടാണ് സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞു, അതിന് വേണ്ടിയിട്ട് നികേഷിനോട് അവൾ കമ്പനി കൂടാൻ വന്നതാണെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന നിധിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. നീതു വന്നു അവളോട് കുറേ പ്രശ്നം ഉണ്ടാക്കി. ആ സമയത്ത് അവൾ പറഞ്ഞതാണ് സുധീഷിനെ കിട്ടാനും വേണ്ടിയിട്ട് നികേഷിനോട് കമ്പനി കൂടിയതാണെന്ന്. സുധീഷ് പറയും, ഇത്രക്ക് ഭംഗിയുണ്ടായാലും പ്രശ്നമാണെന്ന് പറയണേ. എൻ്റെ കല്യാണം കഴിഞ്ഞത് ആ പെൺകുട്ടി അറിഞ്ഞിട്ടില്ലേ എന്ന് ഇങ്ങനെ അവരോട് ചോദിക്കണം. ആ സമയത്ത് ഹരീഷ് പറയും, അതൊന്നും ചോദിക്കാൻ സമയം കിട്ടില്ല, നീതു ആകപ്പാടെ പ്രശ്നം ഉണ്ടാക്കി, അപ്പോൾ അവളോട് സംസാരിക്കാൻ സമയം കിട്ടില്ല എന്ന് പറയണേ. ഇത് കേട്ട സുധീഷിന് സന്തോഷമാകുന്നുണ്ട്, പക്ഷേ നിധിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. നികേഷ് പറയും, ആ പെൺകുട്ടി നല്ല പെൺകുട്ടി അല്ലായിരിക്കും, അതുകൊണ്ടല്ലേ സുധീഷേട്ടന് ഇഷ്ടപ്പെട്ടത് എന്ന് പറയാണ്. അപ്പോൾ സുധീഷ് പറയും, ഞാനെന്താടാ നല്ല ചെറുക്കനല്ലേ ചോദിക്കുകയാണ്. അപ്പോൾ ഹരീഷ് പറയും, നീ നാളെ ബസ് സ്റ്റോപ്പിൽ ചെല്ലുന്ന സമയത്ത് ആ പെൺകുട്ടിയോട് പറഞ്ഞേക്ക് സുധീഷിൻ്റെ കല്യാണം കഴിഞ്ഞതാണെന്ന്. നികേഷ് പറയും, എനിക്കൊന്നും വയ്യ, ഇനി ആ പെൺകുട്ടിയുടെ മുഖത്തോട്ടേക്ക് നോക്കാൻ പോലും എനിക്ക് വയ്യ. സുധീഷ് നികേഷിനോട് പറയും, നീ പറയണ്ട, ഞാൻ നാളെ ബസ് സ്റ്റോപ്പിൽ ചെന്ന് ആ പെൺകുട്ടിയോട് പറഞ്ഞോളാം എന്ന് പറയണേ. ആ സമയത്ത് സുധീഷ് എന്നെ നിധിയെ നോക്കുന്നുണ്ടാവും, പക്ഷെ നിധിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. വെറുതെ അല്ല ആ പെൺകുട്ടി ഞാൻ നികേഷിൻ്റെ കൂടെ ബസ് സ്റ്റോപ്പിൽ ചെന്ന സമയത്ത് എന്നോട് ചിരിച്ചത്, അപ്പം തന്നെ ഈ കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പം തന്നെ ആ പെൺകുട്ടിയോട് ചെന്ന് സംസാരിച്ചേനെ. അവരുടെ സംസാരം കേട്ട് ദേഷ്യത്തോടു കൂടി നിധി മുറിയിലോട്ട് കയറി പോകുക. അപ്പോൾ ഹരീഷ് പറയും, ഏട്ടത്തിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ സുധീഷ് പറയും, എങ്ങനെ ഇഷ്ടപ്പെടാനാ, അവളുടെ ഭർത്താവിനെ വേറൊരാൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ, അത് ആണ് അവൾക്ക് എന്ന് പറയണേ. അങ്ങനെ എന്നെ നിധി സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. രാത്രി എല്ലാവരും കിടക്കാൻ നിൽക്കുന്ന സമയത്ത് നിധി വന്ന് ചോദിക്കും, ആരും കിടന്നില്ല എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അവിടെ സുഭാഷ് ഉണ്ടാവില്ല. അപ്പോൾ സുഭാഷ് ഏട്ടൻ എവിടെ ചോദിക്കും നികേഷിനോട്. അപ്പോൾ ഹരീഷ് പറയും, സുഭാഷ് ഏട്ടൻ പുറത്താണെന്ന് പറയുകയാണ്. ആ സമയത്ത് സുധീഷ് മനസ്സിൽ കരുതും, ഇപ്പം നല്ലൊരു അവസരമാണ്, നിധിയുടെ മനസ്സിലുള്ള അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ഉറക്കനെ പറയും, എനിക്ക് നമ്പർ കിട്ടിയെന്ന് പറയാണ്. ആ സമയത്ത് ഹരീഷ് നികേഷ് ചോദിക്കും, ആരെ നമ്പറാണെന്ന് ചോദിക്കുകയാണ്. ബസ് സ്റ്റോപ്പിൽ വെച്ച് എന്നെ ചോദിച്ചില്ലേ, എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ പെൺകുട്ടിയുടെ നമ്പർ. അപ്പോൾ നിധി പറയും, ആരും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഹരീഷ് പറയും, അതന്നെ, നിന്നെ ആരും ഇഷ്ടപ്പെടുന്നത് ചോദിക്കുകയാണ്. അപ്പോൾ ബസ് സ്റ്റോപ്പിലുള്ള ആ പെൺകുട്ടി, അവളെ എന്നെ ഇഷ്ടപ്പെടുക, അതുകൊണ്ടല്ലേ എൻ്റെ നമ്പറും പേരൊക്കെ ചോദിച്ചതെന്ന് പറയാണ്. അവളുടെ പേര് കിട്ടി, അവളുടെ പേര് ഗായത്രി, ഇൻസ്റ്റയിലുണ്ട്, ഞാൻ അവളെ ഫോളോ ചെയ്തിട്ടുണ്ട് എന്ന് പറയണം. അപ്പോൾ അത് നിധിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് നിധി ദേഷ്യത്തോടു കൂടി നികേഷിനോട് പറയും, എടാ നിനക്ക് നാളെ എക്സാം ആണെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് നീ എന്താ ഇപ്പോഴും അതൊക്കെ കിടക്കുന്നത്, ഒന്നെങ്കിൽ ഉറങ്ങിയില്ലെങ്കിൽ ഇരുന്ന് പഠിക്കാൻ നോക്കുക എന്ന് പറയുന്നത്. പിന്നീട് സുധീഷിനോട് പറയും, ഇനി ഫോണ് അത് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ശബ്ദം ഉണ്ടാക്കി ആ ഫോൺ വാങ്ങി ഞാൻ വലിച്ചെറിയുമെന്ന് ദേഷ്യത്തോടു കൂടി പറഞ്ഞുകൊണ്ട് നിധി അവിടെ നിന്നും പോകുകയാണ്. പിന്നീട് പിറ്റേ ദിവസം എല്ലാവരും ജോലിക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ഹരീഷും നികേഷും നിധിയും അതുപോലെ സുധീഷും
സുധീഷും. അങ്ങനെ സുധീഷ് പുതിയ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് നികേഷിനോടും ഹരീഷിനോടും ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഷർട്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സൂപ്പറായിട്ടുണ്ടെന്ന് പറയണേ. ഇത് എനിക്ക് നിധി വാങ്ങിച്ച് തന്നാണെന്ന് പറയാണ് നിധിയോട് സുധീഷ്. എങ്ങനെയുണ്ട് ചോദിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, ഭംഗിയൊക്കെ ഉണ്ട്. നിധി പറയും എന്തിനാ ഇപ്പോൾ പുതിയ ഷർട്ടൊക്കെ ഇട്ട് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സുധീഷ് പറയും ഞാൻ ബസ് സ്റ്റോപ്പിലുള്ള പെൺകുട്ടിയെ കാണാൻ പോകുകയാണെന്ന് പറയണത്. അപ്പോൾ നിധിക്കത് ഇഷ്ടപ്പെടില്ല. ആ സമയത്ത് ഹരീഷ് പറയും ബസ് സ്റ്റോപ്പിലെ പെൺകുട്ടിയോ അതെ എന്ന് പറയണം. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സുഭാഷ് വരുന്നത്. സുഭാഷ് പറയും എടാ നിൻ്റെ കല്യാണം കഴിഞ്ഞതല്ലേ എന്ന് പറയണം. അപ്പോൾ സുധീഷ് പറയും എൻ്റെ കല്യാണം കഴിഞ്ഞെന്നോ? എപ്പോഴും നിധി പറയല്ലോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതുപോലെയാണ്, അത് അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നടന്നതാണല്ലോ എന്ന് പറയണം. അത് കേൾക്കുമ്പോൾ നിധിക്ക് സങ്കടമാകും. അങ്ങനെയല്ലേ നിധി എന്ന് ചോദിക്കണം. അപ്പോൾ ആ നിധി അങ്ങനെയാണെന്ന് പറയണം. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.